വോട്ട് പെട്ടി ഓടി ഓടി ഒരുപാട് മണ്ഡലങ്ങളിലൂടെ, പഞ്ചായത്തുകളിലൂടെ, നിയമസഭാ മണ്ഡലങ്ങളിലൂടെ, ലോകസഭാ മണ്ഡലങ്ങളിലൂടെ ഓടി 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 വോട്ട് പെട്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വോട്ട് പട്ടികൾക്ക് പുറമേ നമ്മുടെ മാധ്യമപ്രവർത്തകർ വല്ലാതെ ഓടുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഓടുന്നു, എല്ലാവരും ഓടി ഓടി ഓടി. ഇപ്പോൾ അത് സോണിയാഗാന്ധിയുടെ ഇരട്ട വോട്ടിനെ കുറിച്ചും വോട്ടിന് പൗരത്വം കിട്ടുന്നതിന് മുമ്പുള്ള വോട്ടിനെ കുറിച്ചും ഒക്കെയുള്ള വലിയ വിവാദങ്ങളിൽ പോയപ്പോൾ ഇത് അടുത്ത വിവാദം, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാജിവെക്കണം. കാരണം വയനാട്ടിൽ 1,00,000-നടുത്ത് വോട്ട്, 93,499 ദുരൂഹ വോട്ടുകൾ വന്നിരിക്കുന്നു. അതുപോലെ ഇന്ത്യൻ പൗരൻ ലഭിക്കുന്ന മുമ്പേ സോണിയാഗാന്ധി വോട്ടറായി. ഇത് പറഞ്ഞിരിക്കുന്നത് രാഹുലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് BJP-യിലെ അനുരാഗ് താക്കൂർ എന്ന് പറയുന്ന അദ്ദേഹമാണ് രംഗത്ത് വന്നിരിക്കുന്ന നേതാവ്. അനുരാഗ് താക്കൂറാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നു കഴിഞ്ഞു. 93,499 വോട്ട് വയനാട്ടിൽ കള്ളവോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിനവർ പറയുന്നത് വയനാട്ടിൽ 20,438 പേർ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരാണ്. 70,000 പേരുടേത് വ്യാജവിലാസമാണ്. വണ്ടൂർ അസംബ്ലി മണ്ഡലത്തിലെ 52-ാം ബൂത്തിൽ 52 തിരിച്ചറിയൽ കാർഡുകളിൽ ഒരേ വിലാസം. കൽപ്പറ്റ അസംബ്ലി മണ്ഡലത്തിൽ ദിവസവേതനക്കാരായ ഭിന്നമതക്കാരായ വ്യക്തികൾ ഒരേ വിലാസത്തിൽ പല പ്രായത്തിലുള്ള ആളുകൾ, ഇങ്ങനെ തുടങ്ങി വളരെ കൃത്യമായി ഡേറ്റ വെച്ചുകൊണ്ട് തന്നെ അനുരാഗ് താക്കൂർ വെളിച്ചത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ രസകരമായ രീതിയിലാണ് വോട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും രാജിവെക്കുമോ എന്നുള്ളതാണ് ജനങ്ങൾക്ക് കൗതുകമായിട്ടുള്ളത്. ഓരോ MP-മാരായിട്ട് രാജിവെക്കുമോ? അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കള്ളവോട്ട് ചേർക്കാൻ ഭയങ്കരമായ മിടുക്കുണ്ട്. പക്ഷേ കള്ളവോട്ട് കണ്ടുപിടിക്കാൻ ആരും പോകുന്നില്ല, അത് ഇലക്ഷൻ കമ്മീഷന് സഹായിക്കാനും ആരും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കള്ളവോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥ വോട്ടുകൾ എവിടെ പോകുന്നു നമുക്കറിയില്ല. നല്ല രസകരമായ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവസാനം വീണ്ടും വന്നിരിക്കുന്നു. വയനാട്ടിലും ദുരൂഹമായ വോട്ടുകളാണ്. ഒരു വീട്ടിൽ ഒരുപാട് വോട്ടുകൾ, ഇല്ലാത്ത വോട്ടുകൾ, ഇരട്ട പേരുകൾ, വോട്ടിൻ്റെ പല രൂപത്തിലുള്ള സംവിധാനങ്ങൾ. ഇനി ഇവരെല്ലാം വോട്ട് ചെയ്തോ എന്നുള്ളതാണ് വേറെ വിഷയം. വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുണ്ട്, ദാറ്റ്സ് ഓക്കെ, അത് ശരിയാണ്. പക്ഷെ അത് വോട്ടായി മാറിയോ എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ ജയിച്ച സ്ഥാനാർത്ഥികൾക്കത് പ്രശ്നം തന്നെയാണ്. കള്ള വോട്ടിൽ ജയിച്ച സിംഹാസനം ഒഴിയണമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ സമരവും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സംശയം, ഇത് കർഷക സമരം പോലെ മറ്റു സമരങ്ങൾ പോലെ മഴയത്ത് നനഞ്ഞു പോകുമോ ഈ പടക്കവും എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും വയനാട്ടിൽ നിന്നും വളരെ ഗൗരവമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. BJP ഇസ്ലാമിക മതമൗലികവാദികളും വാദം ആരോപിച്ച വയനാട്ടിൽ രാഹുലിന് ക്രമക്കേടിലൂടെ അനുകൂല സാഹചര്യം ഒരുക്കപ്പെട്ടോ എന്നുള്ള ചോദ്യമൊക്കെ വളരെ കാര്യം. രാഹുൽ രാജിവെച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ ജയിച്ചതും ഈ കള്ളവോട്ടിലൂടെയാണോ എന്നുള്ള ഒരു വാദം മുന്നോട്ട് വച്ചിട്ടുണ്ട്. കാലം എല്ലാം തെളിയിക്കട്ടെ. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നല്ല പണിയായി. അവരുടെ ഉദ്യോഗസ്ഥന്മാർ പണി തുടങ്ങട്ടെ. നമുക്ക് കൃത്യമായ വിവരം ജനങ്ങൾക്ക് കിട്ടട്ടെ. ജനാധിപത്യം സാർത്ഥകമാകട്ടെ, കൂടുതൽ ശക്തിപ്പെടട്ടെ.